ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ബർലിംഗ്ടൺ പോവാണ്. ബർലിംഗ്ടൺ ഇവിടുന്ന് ഒരു 2 hours 45 minutes ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പം ഞങ്ങൾ പുറത്തുമ്പോൾ മോളിൽ കറങ്ങാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പം നല്ല സണ്ണി ഡേ. അപ്പോൾ വിചാരിച്ച് പിന്നെ വെറുതെ എന്തിനാ മോളിൽ പോകുന്നത്, നമുക്ക് ബർലിംഗ്ടണിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പം ബർലിംഗ്ടണിൽ നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമറ എടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇവിടെ നിന്ന് ഒരു 5 minute നമ്മൾ പോയായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്ന് ഇപ്പോൾ ക്യാമറ എടുത്ത് ക്യാമറ എടുത്തിട്ട് നമുക്ക് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല വെതറാണെങ്കിൽ നല്ല ഫോട്ടോ ഒക്കെ അവിടെ കിട്ടിയാലോ, അങ്ങനെ വിചാരിച്ചിട്ട്. ഇത്രയും ദിവസം ഇവിടെ നല്ല വെതറായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അല്ലെങ്കിൽ ഈ വെയിലത്ത് ഞാൻ ഒരിക്കലും പോകത്തില്ല, കാരണം നല്ല വെയിലുണ്ട്. കാരണം തിരുന്നിട്ട് ചൂട്, നല്ല ചൂട്. ഇവിടെ വെയിൽ വരുമ്പോഴത്തേക്കും തണുപ്പുണ്ടെങ്കിലും വെയിലിന് ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പം നമ്മുടെ മുഖമൊക്കെ ടാൻ അടിച്ച് പണ്ടാരാവും. അങ്ങനെ നമ്മുടെ സ്വത്ത് എത്തിയിരിക്കുകയാണ്. വിളറ് മാറ്റി എന്തിനും കൊണ്ടാക്കും. നേരത്തെ പറഞ്ഞത് മാറിപ്പോയതാ ഗൈസ്. ഇവിടുന്ന് 1 hour 53 minutes ഉള്ളു. 2 hour ഒന്നുമില്ല, 2 hour 45 ഒന്നുമില്ല. നല്ല ട്രാഫിക് കാണിക്കുന്നുണ്ടല്ലേ, കൺസ്ട്രക്ഷനും ഒക്കെ കാണിക്കുന്നുണ്ട്. മാപ്പ് ഇട്ടപ്പോഴത്തേക്കും 1 hour 53 minutes എന്നാ കാണിക്കുന്നത്. ആണോ? വില്ലേജ് സ്ക്വയർ ബർലിംഗ്ടൺ 418 പേൾ സ്ട്രീറ്റ്. സമ്മറായി കഴിയുമ്പോഴേക്കും ഇവിടെ മഞ്ഞ കളറിന്റെ പൂക്കൾ വരും. പക്ഷെ ഇത് വീടല്ലേ, വീടാന്നല്ലേ പറയുന്ന സത്ത? ഈ മഞ്ഞപ്പൂ വീടാന്നാ പറയുന്നത്. എന്നിട്ട് എല്ലാ മറ്റേ ആൾക്കാർ വന്നിട്ട് ഇത് ഫുള്ള് വെട്ടിക്കളയും. പക്ഷെ എന്തൊരു ഭംഗി അത് കാണാൻ അല്ലേ. ഈ പൂ കൊഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതാവും. പക്ഷെ അത് ഭയങ്കരമായിട്ടും കണ്ണൊക്കെ ചൊറിഞ്ഞ് നാശാവുന്നൊരു സാധനം പറയുന്നത്. അതുകൊണ്ട് മറ്റേ മിഷ്യൻ കൊണ്ടുവന്ന് ഫുള്ള് വെട്ടിക്കളയും. അവര് വെട്ടും, ഒരു 2 ദിവസം കഴിയുമ്പോൾ നെക്സ്റ്റ് അടുത്ത വിരിയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ പുല്ല് വെട്ടുന്ന സാധനം, അത് അവര് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഫുൾ പുല്ല് വെട്ടിക്കളഞ്ഞോണ്ടിരിക്കും. നമ്മൾ ആക്ച്വലി എത്തി. 1 minute നമ്മൾ എത്തും. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലം കാണുന്നില്ല കേട്ടാ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ബർലിംഗ്ടണിൽ എത്തി. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ, എനിക്ക് ഇഷ്ടപ്പെട്ട്. കൈൻഡ് ഓഫ് ഒരു യൂറോപ്യൻ സ്റ്റൈലിലെ ബിൽഡിങ്സും കടകളാണെങ്കിൽ തന്നെ. എൻ്റെ ബാക്കിൽ കാണുന്ന കട കണ്ട, ഒരു എന്താ ക്ലിനിക്കാ, അത് തന്നെ കാണാൻ എന്ത് രസമാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ കണ്ട്. ഇനി നമുക്ക് പാർക്കിംഗ് എടുക്കണം. ഇവിടെ ഒരു പാർക്കിംഗ് എടുക്കുന്ന സ്ഥലമുണ്ട്. പാർക്കിംഗ് എടുത്തിട്ട് കാർ ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് പോവാം. ആക്ച്വലി എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് നടന്നു നോക്കാം. ഗൈസ്, 2 കുട്ടികൾ അവിടെ കണ്ടുമുട്ടുന്നു ഗൈസ്. നമ്മുടെ അവിടെ, ഞങ്ങളുടെ അവിടുത്തെ പോലെ അല്ല, കുറച്ചും കൂടെ ഒക്കെ ഡിഫറെൻറ്റാ. ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ കുറച്ച് പുരാതനമായ കാലത്തേക്ക് വന്ന പോലെ അല്ലേ. എനിക്കിഷ്ടപ്പെട്ട്. അപ്പം നമ്മൾ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട്, അവിടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഇവിടുന്ന് 1 minute വാക്കുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട്, പക്ഷേ കാണുന്നില്ല. നോക്കണം എവിടെയാണ്. ഇവിടെ കുറേ കുട്ടി കുട്ടി കാഫേസും ഒക്കെ ഉണ്ട്. എനിക്ക് വന്നിട്ട് സമ്മർ ആവുന്നതിന് മുന്നേ ഇവർ ഇവിടെയൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് നൈസായിട്ട് ആക്കുമോ. അതാ നമുക്ക് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഈ കാഫേ കയറി അല്ല, എനിക്കിഷ്ടായി. ഓ, അതൊക്കെ ദൂരാ പൂക്കള്, എന്തൊരു ഭംഗിയാ. അവിടെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് എടുത്താലോ? കുറച്ച് പൂക്കളും കാടൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ദിശ മാറി ഇപ്പൊ പൂക്കളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് അവിടെ നിന്ന് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. അവിടെ ഓൾറെഡി കുറച്ച് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്കും ഫോട്ടോ എടുക്കാം. ആണോ? കേസ് ഞങ്ങൾ ദിശ മാറി സഞ്ചരിച്ചോണ്ടിരിക്കും. ആക്ച്വലി നമ്മൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ പോകുന്ന. ഇവിടെ നോക്ക്, ഇതെന്ത് ഫ്ലവറാന്നറിയോ വാച്ചുത്താ? പക്ഷെ ഭയങ്കര അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്.
ഇവിടെയൊക്കെ നല്ല എനിക്ക് എന്നിട്ട് കൈൻഡ് ഓഫ് ഒരു ക്യുബക്കൊക്കെ പോയ പോലത്തെ ഒരു മിനി എക്സർ അല്ലേ അതിന്റെ. എനിക്ക് ഇതിനകത്തേക്ക് പോണോ? ഇതാ വില്ലേജ് സ്ക്വയർ. നമ്മൾ എത്തി ഗൈസ്. അങ്ങനെ ആ കാണുന്നതാണ് ആ ടെലിഫോൺ ബൂത്ത്. പക്ഷേ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഉണ്ടല്ലേ ഫുൾ മറ്റേ സ്റ്റോൺസും പിക്ചേഴ്സും. എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് നോക്ക്. കഫേസും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ പിൻട്രസ്റ്റി വൈബുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കാമൻ ക്വയറ്റ് ഫീൽ. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ആപ്പ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ. ഇവിടുന്ന് കുറേ സ്ഥലമുണ്ടല്ലോ. ഇവിടെ പോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഒരു വീക്ക് ഡേ വന്നോളൂ. അതാകുമ്പോൾ ആരും കാണത്തില്ല. വിശ്വാസമായിട്ട് സുഖമായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോവാം. എല്ലായിടത്തും കാഫേസും റെസ്റ്റോറൻറ്റ്സും ഇവിടെ കൂടുതലും ഉള്ളത്. ആൻഡ് കുറേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യൂസീൻസ് ഒക്കെ കിട്ടും. ഇതൊരു റെസ്റ്റോറൻറ്റാ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ വേണം. ഇവിടെ എന്തോ ഒരു പറപ്പനുണ്ടല്ലേ. അടിപൊളി. ഇവിടെ ഔട്ട് സൈഡ് പാറ്റിയോസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. എല്ലാം ക്ലോസ്ഡ്. ക്യൂട്ട് കഫേ. ഐസ്ക്രീംസ്, കേക്ക്സ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നീ നേരം നോക്കി വണ്ടി പിടിക്കും. എനിക്ക് പേടിയാ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ആണെങ്കിൽ ഇപ്പം ഓഫ് സീസൺ ആണ്. മീൻസ് ഇന്നും നല്ല തണുപ്പുണ്ട്. വെയിലുണ്ടായിരുന്നെങ്കിലും തണുപ്പുണ്ട്. അത് കാരണം ആരുമില്ല. പക്ഷെ ആരുമില്ലാത്തത് ഫോട്ടോ എടുക്കാൻ നല്ലതാണ് ഒരു കണക്കിന് നോക്കിയാൽ. പക്ഷെ നമുക്കാണെങ്കിൽ കുറച്ച് ഒരാൾ വേണം. നല്ലൊരു വൈബുള്ളൂ. പിന്നെ ഓൾമോസ്റ്റ് കുറെ ഷോപ്പെല്ലാം ക്ലോസ്ഡാ. അപ്പം ലൈറ്റ് ഒന്നും ഇല്ല. 6 മണിക്ക് മാക്സിമം 6 മണി അവിടെ എല്ലാം അടയ്ക്കും. എനിക്കൊന്നും കുറച്ചുകൂടെ പീക്ക് സമ്മർ ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നേരമൊക്കെ തുറന്ന് വെക്കുമായിരിക്കും. പക്ഷെ നൈസ് സ്ഥലമാണ്. ഒരു ഇങ്ങനത്തെ എന്തുവായിരുന്നു പറയുന്നത്, പഴയ രീതിയിലുള്ള യൂറോപ്യൻ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ പോവാം. ലേക്കിൻ്റെ അവിടെ ഒരു ട്രെയിലുണ്ട്. അവിടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ജാക്കറ്റ് പൊട്ട ജാക്കറ്റ്, നമ്മൾ വിന്റർ ജാക്കറ്റ് ഒന്നും കൊണ്ടുവന്നില്ല. ഈ രാവിലത്തെ വെയിൽ കണ്ടപ്പോൾ അത് കാരണം നമുക്ക് നടക്കാൻ പറ്റത്തില്ല അവിടെ വരെ. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി എവിടെന്നെങ്കിലും കയറി ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകും അല്ലേ. അവിടെ നിന്ന് കുടിച്ച കോഫി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കോഫിയായിരുന്നു. കൈ കഴിച്ചു ആണല്ലേ. ഇങ്ങനത്തെ കോഫി എടുത്ത് കുടിച്ചിട്ടില്ല. കിട്ടുന്ന കോഫിയല്ല. നമ്മളൊരു പ്രീമിയർ റെസ്റ്റോറന്റ് കഫേയിലൊക്കെ പോയിട്ട് കുടിക്കുന്നില്ല. അത് കോഫിയല്ല, ആക്ച്വലി ഒരു ക്യാപ്പച്ചിനോ ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ഭയങ്കര നല്ല. അവര് മറ്റേ കോഫി ബീനിട്ടിട്ട് മറ്റേ പ്രസ്സൊക്കെ ചെയ്ത് അത് പൊടിച്ച് അങ്ങനെ ഉണ്ടാക്കി തന്ന കോഫിയാ. നല്ല എക്സ്പ്രസ്സോ. കുറച്ച് എക്സ്പെൻസീവാ അവിടുന്ന്. എല്ലാം കുറച്ച് എക്സ്പെൻസീവാണ്. ഞങ്ങളൊരു ചോക്ലേറ്റ് കേക്കും, ചോക്ലേറ്റ് കേക്ക് അല്ലല്ലോ, ന്യൂട്ടല്ല ചോക്ലേറ്റ് ചീസ് കേക്ക്, അതും ഒരു ജെലാറ്റോയും ഒരു കോഫിയും കൂടെ വാങ്ങിച്ചപ്പോഴത്തേക്കും എത്ര പൈസയായി? $28 ആയി. മൈ ഗാഡ്, കുറച്ചധികം എക്സ്പെൻസീവാണ്. ചില സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ $30 അടുത്തായി. 30 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 1800 രൂപ. കുറച്ചല്ല, കുറച്ചധികം. അത് എക്സ്പെൻസീവ് ആണ്. അതൊരു കാഫേ എക്സ്പെൻസീവ് ആണ്. പക്ഷെ നല്ല സാധനം കൊടുക്കുന്നത്. ആ പൈസക്ക് പോലത്തായിട്ടുള്ള സാധനം കൊടുക്കും. നമ്മളിപ്പോൾ സ്റ്റാർബക്സിൽ പോയി കോഫി മേടിച്ചാൽ $3 ആവും. പക്ഷെ അതിനെക്കാട്ടും ഒരു 4 ഇരട്ടി നല്ല കോഫിയാണ്. ഞാൻ വായിച്ചപ്പോഴേ പറഞ്ഞില്ലേ നല്ല കോഫി. അത് അവിടെ നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ നല്ല ആത്മാർത്ഥതയോടെ അത് ഉണ്ടാക്കി തന്ന.
സമയത്ത് ഓടിക്കേറിയതാ. ആ കൊച്ചവിടുത്തെ എല്ലാ പാത്രങ്ങളും ഒക്കെ എടുത്ത് അടുക്കി പറക്കി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് നിന്നപ്പോ ഞങ്ങളെ രാഗി കാണും. പുല്ലുകൾ അങ്ങനെ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ 6 മണി വരെ പറഞ്ഞെടുത്തു. കറക്റ്റ് 5:55 അത് ഞാൻ ഷാർപ്പിടാ. ഇനി വീട്ടിൽ പോണോ? ഇനി എത്ര നേരമുണ്ട്? 23 അവർ ഉണ്ട്. അയ്യോ 1 hour 23 minute ഉണ്ട്. ഈ ഫുഡും കൂടെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം.